നിങ്ങൾക്കറിയാമോ, കടലിന്റെ 95% ഇപ്പോഴും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല എന്ന്. ഉപരിതലത്തിനടിയിൽ എന്നേക്കുമായി മറഞ്ഞിരിക്കുന്ന ഇരുട്ടിൽ നമ്മൾ സങ്കല്പിക്കാത്തത്രയും വിചിത്രമായ ജീവികൾ ജീവിക്കുന്നുണ്ട്. ആഴക്കടലിലേക്ക് സ്വാഗതം. നിഗൂഢതകൾ വാഴുന്ന പരിണാമം അതിരു കടന്നുപോയ ഒരിടം. ഭൂമിയിലെ ഏറ്റവും വലുതും ഏറ്റവും കുറവ് പരിവേഷണം ചെയ്യപ്പെട്ടതുമായ ആവാസ വ്യവസ്ഥയാണ് ആഴക്കടൽ. സൂര്യപ്രകാശം അവസാനിക്കുന്നിടത്താണ് ഇത് തുടങ്ങുന്നത്. ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 200 മീറ്ററിലധികം താഴെ, പിന്നെ അത് അനന്തമായി നീളുന്നു. ഇവിടെ കരയിലുള്ളതിനേക്കാൾ 1000 മടങ്ങ് അധികം മർദ്ദനമുണ്ട്. താപനില 0-ത്തിനടുത്താണ്. വെളിച്ചമില്ല, എന്നിട്ടും ജീവൻ ഇവിടെ തഴച്ചു വളരുന്നു. അതിജീവിക്കാൻ വേണ്ടി ആഴക്കടൽ ജീവികൾ വികസിപ്പിച്ചെടുത്ത കഴിവുകൾ അങ്ങേയറ്റം വിചിത്രമാണ്. അവ അന്യഗ്രഹ ജീവികളെ പോലെ തോന്നും. ചിലത് തിളങ്ങുന്നു, മറ്റു ചിലതിനെ താഴേക്ക് വിടർത്താൻ കഴിയുന്ന താടിയെല്ലുകളുമുണ്ട്. ചിലതാകട്ടെ ഭീമാകരന്മാരുമാണ്. ഇതാണ് കൊളോസ്കൽ സ്ക്വിഡ്, ആഴക്കടലിലെ ഒരു യാഥാർത്ഥ്യ രാക്ഷസൻ. ഇത് വലുതാണെന്ന് മാത്രമല്ല, അറിയപ്പെടുന്ന ജീവികളിൽ വെച്ച് ഏറ്റവും വലിയ കണ്ണുകൾ ഉള്ളതും ഇതിനെയാണ്. ഇരുട്ടിൽ ചലനങ്ങൾ തിരിച്ചറിയാൻ ഇത് വളരെ ഉപകാരപ്രദമാണ്. ഇതിന്റെ കൈകാലുകളോ കറങ്ങുന്ന കൊളുത്തുകൾ നിറഞ്ഞതാണ്. ഭീമൻ ഐസോസ്പോഡ്. ഒരു പേരിനെ സങ്കല്പിക്കുക, ഒരു ഫുട്ബോളിന്റെ വലുപ്പത്തിൽ. അതാണ് ഈ ഐസോസ്പോഡ്. ഈ ശവത്തീനികൾ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന എന്ത് കിട്ടിയാലും തിന്നും. മാസങ്ങളോളം ആഹാരമില്ലാതെ ജീവിക്കാൻ ഇവയ്ക്ക് കഴിയും. പിന്നെ ജാപ്പനീസ് സ്പൈഡർ ക്രാബിനെ എങ്ങനെ മറക്കാൻ പറ്റും? 12 അടി വരെ നീളുന്ന കാലുകളുള്ള ഇത് പേടി സ്വപ്നങ്ങളെ ഓർമ്മിപ്പിക്കും. പ്രകൃതിയിലെ ഏറ്റവും അതുല്യമായ ക്രിയേഷനുകളിൽ ഒന്നാണിത്. ഈ ഭീമന്മാർ തണുപ്പും വിശപ്പും ഇരുട്ടും സഹിക്കുന്നു, കാരണം അവർ അതിനായി പരിണമിച്ചു കഴിഞ്ഞു. ആഴക്കടലിൽ സൂര്യപ്രകാശം എത്താത്തിടത്ത് ചില ജീവികൾ സ്വന്തമായി വെളിച്ചം പുറത്തുവിടുന്നു. ബയോലൂമിനൻസ്, പ്രകൃതിയുടെ ഫ്ലാഷ് ലൈറ്റ്. അനേകം ആഴക്കടൽ ജീവികൾ ഇത് ഉപയോഗിക്കുന്നു. ഇരയെ ആകർഷിക്കാൻ തിളങ്ങുന്ന ചൂണ്ട ഉപയോഗിക്കുന്ന ആൽഗെ ഫിഷിനെ പോലെ, അല്ലെങ്കിൽ ശത്രുക്കളെ ആശയക്കുഴപ്പത്തിലാക്കാൻ പാറ്റേണുകൾ മിന്നിക്കുന്ന ഫയർഫ്ലൈ സ്ക്വിഡിനെ പോലെ. ചില ജീവികൾ ഇണകളെ ആകർഷിക്കാൻ ഇത് ഉപയോഗിക്കുന്നു, മറ്റു ചിലത് അപ്രശിതമാകാൻ. ഇതൊരു അതിജീവനം മാത്രമല്ല, പരിണാമം നിർമ്മിച്ച ഒരു ദൃശ്യവിസ്മയം കൂടിയാണിത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കാത്തത്? കാരണം ആഴക്കടൽ പരിവേഷണം മനുഷ്യൻ ഇന്നേവരെ ശ്രമിച്ചതിൽ വെച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ്. ഇവിടെയാണ് റിമോട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന വാഹനങ്ങളും ആഴക്കടൽ അന്തർവാഹിനികളും വരുന്നത്. ഈ സാങ്കേതിക വിദ്യകൾ സമുദ്രത്തിന്റെ അടിത്തട്ട് രേഖപ്പെടുത്താനും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ജീവികളുടെ ദൃശ്യങ്ങൾ പകർത്താനും സയന്റിസ്റ്റുമാരെ സഹായിക്കുന്നു. ആഴക്കടൽ ഒരു അന്തിമ അതിർത്തിയാണ്. ഭൂമിയിൽ തന്നെയുള്ള ഒരു പുതിയ ലോകം. ജീവനെക്കുറിച്ച് നമുക്കറിയാവുന്ന എല്ലാത്തിനെയും ഇത് വെല്ലുവിളിക്കുന്നു. ഇരുട്ടിൽ തിളങ്ങുന്ന ജീവികൾ, നിത്യരാത്രിയിലൂടെ ഒഴുകി നീങ്ങുന്ന ഭീമന്മാർ, മനുഷ്യനെ ജീവിക്കാൻ കഴിയാത്ത ഒരു ലോകത്തിലെ അതിജീവിച്ചവർ. ഇത്രയും അധികം കണ്ടെത്തലുകൾ ബാക്കിയുള്ളതിനാൽ സമുദ്രത്തിലെ ഏറ്റവും വലിയ നിഗൂഢതകൾ ഇനിയും പുറത്ത് കാത്തിരിക്കുന്നുണ്ടാകാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. See you soon.